ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് മോൻ്റെ സ്കൂളിൽ എക്സിബിഷനാണ്, അതായത് പഠനോത്സവം നടക്കുന്നുണ്ട്. അതിന് പാരൻസും പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കഴിച്ചതിന് ശേഷം സ്കൂളിലേക്ക് പോകണം മോനെ കൊണ്ടുവിടാനായിട്ട്. അതിന് ശേഷം കുറച്ച് പരിപാടികളുണ്ട്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് മോൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് പോയാലോ, വായോ. ഇന്നവന് പഠനോത്സവമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പോവായോ. അങ്ങനെ അവനും ഞാനും കൂടെ പതിയെ നടന്നു പോവുകയാണ്. പതിയെ കാര്യമൊക്കെ പറഞ്ഞ് ഒരു തേരിയാണ് കേട്ടോ, അവൻ്റെ സ്കൂളിലേക്ക് ഒരു കയറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പതിയെ പോവാണ്. അത് കഴിഞ്ഞ് അവിടെ ഇനാഗുറേഷൻ ആയിരുന്നു, കുറച്ച് സമയം മീറ്റിങ്ങും കാര്യങ്ങളായിരുന്നു. ചായ തന്നിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രയത്നിച്ച സാറിന് നമ്മുടെ സ്കൂളിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അങ്ങനെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലത്തെ നിലയിലേക്ക് പോയി. അവിടെയാണ് കുട്ടികളെല്ലാം റെഡിയാക്കി എക്സിബിഷന് വേണ്ടിയിട്ട് എല്ലാം ഉണ്ടാക്കിയൊക്കെ നല്ല രീതിയിൽ ക്രാഫ്റ്റും ആർട്ട് വർക്കും അതുപോലെ ചാർട്ടിലുള്ള വർക്ക് ഒരുപാട് പല മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ വേസ്റ്റ് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള കുറേ ഇത് നമ്മുടെ മോൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ദർശിത്താണിത്. അങ്ങനെ കുറേ ചാർട്ടിലുള്ള കുറേ റൈറ്റിങ്സ് ഉണ്ടായിരുന്നു. അതുപോലെ പല മെറ്റീരിയൽസ് വെച്ചിട്ട് പല വെറൈറ്റി സംഭവങ്ങളുണ്ടായിരുന്നു. വീട് ഉണ്ടാക്കുന്നതുണ്ടായിരുന്നു, പല ഷേപ്സ് ഉണ്ടായിരുന്നു, ക്ലോക്ക് ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ ഇന്ത്യ, നമ്മുടെ നമ്പർ ചാർട്ട്, ലെറ്റേഴ്സ് ചാർട്ട്, ആൽഫബെറ്റ്സ്. പിന്നെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു ഹാങ്ങിങ് കൂടെ കൊടുത്ത് പല കുട്ടികളും അത് കഴുത്തിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വർക്കിംഗ് മോഡൽസ് ഉണ്ടായിരുന്നു. ഇത് സ്റ്റീൽ മോഡൽ വളരെ ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റീൽ മോഡലായിരുന്നു. ആ കുട്ടി പൊതുവേ ഇതുപോലുള്ള ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻ്റ് അമ്മ, ആ കുട്ടിയുടെ അമ്മ. അപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവർ വർക്കിംഗ് മോഡലൊക്കെ വർക്ക് ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷം. ഇത് വളരെ നീറ്റായിട്ട്, ഇത് മോൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പാരൻറ്റ് ചെയ്തു കൊടുത്താണ്. ആ കുട്ടി ചെയ്തുകൊണ്ട് തന്നെ ആഷ്ലി എന്നാണ് തോന്നുന്നു പേര് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ എനിക്ക് വീഡിയോസിൽ എല്ലാ കുട്ടികളെയും കാണിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കുട്ടികളെ കാണിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും അത് നമ്മുടെ യൂട്യൂബ് റൂളിനും അത് കറക്റ്റല്ല, ശരിയാവത്തില്ല. മാത്രമല്ല നമ്മളൊരു സ്കൂളിൽ പോയിട്ട് കുട്ടികളുടെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ നേരത്തെ. പിന്നെ ഈ കുട്ടികളെ കാണിച്ചത്, ആ കുട്ടി എന്നോട് ചോദിച്ചു, എൻ്റെ കൂടെ ഒന്ന് കാണിക്കാതാ, നമ്മുടെ ഗിഫ്റ്റ് ഇതാ നിൽപ്പുണ്ട്, എൻ്റെ മോൻ ഇതാ നിൽപ്പുണ്ട്. അവന് ഞാൻ ചാർട്ടിലാണ് റൈറ്റ് ചെയ്ത് കൊടുത്തത്, ചാർട്ടിൽ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ഈ ഒരു ആർട്ട് വർക്ക്, ക്രാഫ്റ്റ്, വരയ്ക്കുന്നതും ഉണ്ടാക്കുന്നതിനോടൊന്നും എനിക്ക് അത്ര കഴിവില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഒട്ടും സെറ്റാവാത്ത കാര്യമാണ് ഇത്. മോൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ് ഇതെല്ലാം. അതാ ഇവിടെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ കാണിച്ച കുട്ടി എന്നോട് പറഞ്ഞു എന്നെയും കൂടെ ഒന്ന് ചാനലിൽ കാണിക്കുമോ, വീഡിയോ എടുക്കുമ്പോൾ കാണിക്കുമോ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അവനെ വീഡിയോയിൽ എടുത്തതാണ് കേട്ടോ. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തത് ആ വീഡിയോ ആണ്. ഇത് ഞാൻ എടുത്തത് മാത്രമല്ല കേട്ടോ, ഒരുപാട്. ഞാനതിൽ എല്ലാം ഒന്നും എടുത്തിട്ടില്ല. എടുക്കാൻ പറ്റുന്ന കുറച്ച് വർക്കുകൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ LKG തൊട്ട് 4ാം ക്ലാസ് വരെ, 4th സ്റ്റാൻഡേർഡ് വരെയാണ് സ്കൂളിലുള്ളത്. അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് കഴിവുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും, ഇതൊക്കെ കളക്ഷനാണ്, സ്റ്റാമ്പ് കളക്ഷൻ,
പിന്നെ ഇതൊരു ബസ്സാണ് കേട്ടോ. ബസ് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ ബ്രേക്കിംഗ് ന്യൂസ് വായിക്കുന്ന ആളെ കണ്ടോ, നല്ല രീതിയിൽ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വായിക്കുന്നത്. പിന്നെ അതുപോലെ റോബോയും സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വലിയ കഴിവ് തന്നെ വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും. പിന്നെ സാറിനോട്, ഹെഡ് മാസ്റ്ററോട് കുട്ടികൾക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സാറുണ്ടെങ്കിൽ എല്ലാവരും ചുറ്റും കൂടി നിൽക്കും. നമ്മുടെ രീഷ്മ മാഡം പായസം വിളമ്പുവാണ്. ഇത് ഞങ്ങളുടെ മോൻ്റെ ഫ്രണ്ടിൻ്റെ പാരൻ്റാണ് ഇവർ രണ്ടുപേരും. അത് കഴിഞ്ഞ് ഞങ്ങൾ എക്സാം പേപ്പറൊക്കെ മേടിച്ചു. അവന് 3-4 ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. 1-2 മാർക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, ദൈവം സഹായിച്ച്. അങ്ങനെ അവൻ്റെ എക്സാമിൻ്റെ പേപ്പറൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ ഷോർട്സിലെടുക്കുന്ന വീഡിയോ ടൈപ്പ് ആയിപ്പോയി. ഫോൺ തിരിച്ച് പിടിച്ചപ്പോൾ ഞാൻ മാത്രം തിരികെ വീട്ടിലേക്ക് പോവാണ്. അവർക്ക് ഈവനിങ് വരെ ഉണ്ട്. ഞാൻ മാത്രം തിരികെ വീട്ടിലേക്ക് പോവാണ്. അവൻ്റെ ടിഫിൻ ബോക്സ് കൂടെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇനി അവൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. അയ്യോ, വെള്ളമൊക്കെ ദാഹിച്ച് വലഞ്ഞു. ഒരു വഴിക്കായി. നല്ല വെയിലും നല്ല ചൂടും ഒക്കെയാണ്. ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. നേരെ വീട്ടിലേക്ക് ചെന്ന് നിറയെ വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ജോലികളുണ്ട്. അതിനുശേഷം ഈവനിങ് ആയപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ അമ്പലം, വെള്ളനാട് ദേവി ക്ഷേത്രം. എല്ലാ പേർക്കും, ഏകദേശം നിങ്ങളുടെ ട്രിവാൻഡ്രത്തുള്ള എല്ലാ പേർക്കും അറിയാമായിരിക്കും. അത്രയും പ്രസിദ്ധമായ ക്ഷേത്രമാണ് വെള്ളനാട് ദേവി എന്ന് പറയുന്ന വെള്ളനാട് ദേവി ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയ സമയത്ത് വിളക്ക് കെട്ട് നടക്കുമായിരുന്നു. ഒരുപാട് 1-2 വിളക്ക് കെട്ടല്ല, ഒരുപാട് വിളക്ക് കെട്ടുണ്ടായിരുന്നു. കാണാൻ എന്ത് ഭംഗിയായിരുന്നോ, അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ കുറേ സമയം അവിടെ വിളക്ക് കെട്ടൊക്കെ നോക്കി നിന്നു. ചുറ്റിനും കുറേ ഷോപ്സും കാണാൻ ഭയങ്കര ഒരു അടിപൊളി ഉത്സവം വൈബായിരുന്നു. പിന്നെ ഇന്ന് വേറെ പ്രോഗ്രാംസ് ഒന്നും തന്നെ ഇല്ല. ഈ ഒരു വിളക്ക് കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ വേറെ പ്രോഗ്രാംസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ പൂജ സമയത്ത് നമുക്ക് എത്താൻ കഴിഞ്ഞില്ല. കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. പക്ഷേ പല തടസ്സങ്ങൾ കാരണം നമ്മൾ എത്തിയപ്പോൾ വൈകിപ്പോയി. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ അമ്പലത്തിൽ പുറത്ത് നിന്ന് തൊഴുതായിരുന്നു. അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അമ്പലം എനിക്ക് ആ ഒരു ലൈറ്റിങ് സെറ്റ് ചെയ്തേക്കുന്നത് അമ്പലം ഒത്തിരി എനിക്കിഷ്ടപ്പെട്ടു. കുറേ സമയം ഞാൻ ഈ ഒരു ലൈറ്റിങ് മാത്രം തന്നെ നോക്കിക്കൊണ്ടുവന്നു. അമ്പലത്തിൽ, അതായത് കോവിലിൽ ഇട്ടേക്കുന്ന ആ ഒരു ലൈറ്റിങ് കണ്ടോ, അത് ഒത്തിരിയധികം ഇഷ്ടമായി. അതുപോലെ തന്നെ മേളവും ഭയങ്കര നല്ലതായിരുന്നു. വിളക്ക് കെട്ട് എടുത്തവരെ കൂടെ തന്നെ ആ വിളക്ക് കെട്ടിലേക്ക് പൂവ് ഇടുന്നവരുണ്ടല്ലോ, അവർ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെയില്ല. നമ്മുടെ ഇവിടെയൊക്കെ വിളക്ക് കെട്ട് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല ഈ ഒരു വെള്ളനാട് ക്ഷേത്രത്തിൽ പോകാനായിട്ട്. എന്നാൽ പോലും നമ്മുടെ ഇവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ വിളക്ക് കെട്ട് എടുക്കുന്ന ആൾ മാത്രമേ ചുവട് വെച്ച് കളിക്കത്തുള്ളൂ. കൂടെ വരുന്നവരാരും അങ്ങനെ കളിക്കത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വിളക്ക് കെട്ട് എടുക്കുന്ന ആളെ പോലെ തന്നെ, ഒരുപക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് വിളക്ക് കെട്ടിന് പൂവ് ഇട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഓരോരുത്തരും സ്റ്റെപ്പ് എടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിലായിട്ട്. എല്ലാ പേരും, ആ ഒരു വിളക്കെട്ട് മാത്രമല്ല, എല്ലാ പേരും ഇതാ കളിക്കുന്നുണ്ട്. അതായത് പൂവിട്ട് കൊടുക്കുന്നവരൊക്കെ അവരെക്കാളും ഭയങ്കരമായിട്ട് സ്റ്റെപ്പ് എടുത്ത് കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ പേര് ഇത് ആദ്യമായിട്ട് കാണുന്നതാണെന്ന്. കാരണം നമ്മുടെ അടുത്ത് നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു പൂവ് ഇട്ട് കൊടുക്കുന്നവർ കൂടെ സ്റ്റെപ്പ് എടുത്ത് കളിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അത് നമ്മളങ്ങനെ അധികം കണ്ടിട്ടില്ല. വിളക്കെട്ട് മാത്രം എടുക്കുന്നവർ മാത്രം സ്റ്റെപ്പിട്ട് കളിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതും ഒരു പുതിയ അനുഭവമായിരുന്നു. ആദ്യമായിട്ട് കാണുന്നതായിരുന്നു. അവന് ഇതൊക്കെയാണ് അവൻ്റെ ഫേവറിറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അവന് തെയ്യം, അതുപോലെ കളങ്കാവൽ, വിളക്ക് കെട്ട്, ക്ഷേത്രകലകളോടും ക്ഷേത്രം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് അവന് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ടൊക്കെ. ഇതേ സ്റ്റെപ്പ് അവൻ നോക്കി വെച്ചിട്ട് അവൻ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ കാണിക്കും. ഇതാണ് അവൻ്റെ സ്ഥിരം ജോലി. ഇവിടെ അതാണ്. ഒരു തുണി എന്തെങ്കിലും എടുത്ത് തലയിൽ വെച്ചിട്ട്, അത് ഇപ്പോൾ തുടങ്ങിയതാണ്, ഇപ്പോൾ അത് കണ്ടുപഠിച്ചതാണ്. തുണി എടുത്ത് വെച്ചിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ തലയിൽ ഒരു കസേര എടുത്ത്, അതായത് 4 കാലുള്ള ചെയർ എടുത്ത്
ഇതുപോലെ തലയിൽ വെച്ചിട്ട് വിളക്ക് കെട്ടാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കാളങ്കാവലാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെപ്പ് ഇതുപോലെ നോക്കി പഠിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് എടുത്ത് ഇതുപോലെ ഫുൾ ടൈം ഇവിടെ അതാണ്. ഇവിടെ ഞങ്ങളുടെ വീട്ടിലുള്ള കസേരകൾ മര്യാദയ്ക്ക് ഇരിക്കുന്നത് കാണാനേ കിട്ടാറില്ല. കാരണം ഫുൾ ടൈം കസേര ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അവൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇത് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്തോരം എഫേർട്ട്, എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇത്രയും ഭംഗിയുള്ള ഈ ഒരു വിളക്ക് കെട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടാവുക എന്ന് വിചാരിക്കും. അത്രത്തോളം എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അത്ര ഭംഗിയാണ് കാണാനായിട്ട്, അത്ര ഭംഗിയാണ്. അങ്ങനെ കുറേ സമയം അവനെയും ഇതൊക്കെ കാണിച്ചു കൊടുത്തു. ചുറ്റിനും ഇട്ടേക്കുന്ന ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ അതിമനോഹരമായിരുന്നു. അതൊക്കെ കുറേ സമയം നമ്മൾ കണ്ടു, ആസ്വദിച്ചു.